السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على نبي الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن دعوة لا يستجاب لها. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني ويفقه قولي. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കലിമത്തു തൗഹീദായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അവസാന ശ്വാസം വരെ ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുനിയാവിലേക്ക് ഒരു വളരെ ഗൗരവമുള്ളൊരു പരീക്ഷണത്തിനാണ് അയച്ചത്. മനുഷ്യന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടായിട്ടാണ് തിരിച്ചത്, ആണായിട്ടും പെണ്ണായിട്ടും. വലൈസ ദക്കറു കൽ ഉൻസ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഒരു പുരുഷൻ ഒരു പെണ്ണിനെ പോലെയല്ല എന്ന്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ച ഈ മനുഷ്യന്മാരെ, പുരുഷനെയും സ്ത്രീയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ദുനിയാവിലേക്ക് അയച്ചത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിച്ച് മടങ്ങുന്നതിന് മുമ്പ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ റബ്ബിൻ്റെ തൃപ്തി കൈവരിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ആ പരീക്ഷണത്തിൽ എങ്ങനെയാണ് ഒരാൾ ഇവിടെ പെരുമാറേണ്ടത്, എന്താകണം അവൻ്റെ വിശ്വാസം, എന്താകണം അവൻ്റെ സ്വഭാവം, എന്താകണം അവൻ്റെ ലക്ഷ്യങ്ങൾ, അവൻ്റെ സംസാരം, അവൻ്റെ പ്രവൃത്തികൾ, ഇതൊക്കെ കൃത്യമായി എന്താകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദമായി ഖുർആനിലും അതിൻ്റെ വിശദീകരണമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന്മാരെ അവരുടെ പ്രകൃതിക്ക് യോജിച്ച ദൗത്യങ്ങളും ഉത്തരവാദിത്വങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട്. അത് അവരുടെ പ്രകൃതിക്കും അള്ളാഹു അവരുടെ ശരീരത്തിൽ കൊടുത്ത ശക്തിക്കും അവരുടെ മനസ്സിനും യോജിച്ച രൂപത്തിലുള്ള പരീക്ഷണങ്ങളാണ്. അത് വിശദമായി പഠിപ്പിക്കുന്ന സദസ്സുകൾ വേറെ ഉണ്ട്. ഒരു ഭർത്താവിൻ്റെ ഉത്തരവാദിത്വമുണ്ട്, ഒരു കുടുംബനാഥൻ്റെ, ഒരു വാപ്പയുടെ ഉത്തരവാദിത്വമുണ്ട്. ഇതൊക്കെ വിശദമായി പഠിപ്പിക്കുന്ന സദസ്സുകൾ വേറെ ഉണ്ട്. ഇന്ന് നമുക്ക് ഇവിടെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ചർച്ച ചെയ്യാനുള്ള അന്നിസാഉ അഷിഖാ അല്ലെങ്കിൽ ഷഖീഖാത്തുർ റിജാൽ, പുരുഷന്മാരുടെ സഹോദരിമാരാണ് സ്ത്രീകൾ, ഒരു സമൂഹത്തിൻ്റെ പകുതിയാണ് സ്ത്രീകൾ എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടതും വലിയ ഉത്തരവാദിത്വം നിറവേറ്റുന്ന സ്ത്രീകൾക്ക് അവരുടെ പ്രകൃതിക്കും അവരുടെ മനസ്സിനും അവർ ഏൽപ്പിക്കപ്പെട്ട അവരുടെ ഉത്തരവാദിത്തത്തിന് അനുയോജ്യമായ രൂപത്തിലുള്ള ഒരു പരീക്ഷണമാണ് ദുനിയാവിൽ സ്ത്രീകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഉത്തമ മാതൃകയായ സ്ത്രീ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ലഭിക്കുന്ന സ്ത്രീ, സ്വർഗത്തിൻ്റെ ഫിർദൗസിൽ ഏറ്റവും ഉയർന്ന ദറജയിലേക്ക് പ്രവേശനം ലഭിക്കുന്ന സ്ത്രീ അതാരാണ്? ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും സലഫുകളുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നമുക്കിതൊന്ന് ചെറിയ രൂപത്തിലൊന്ന് പരിചയപ്പെടാം. അതാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൻ്റെ ഉദ്ദേശം. ഈ ക്ലാസ് നമ്മൾ ഇവിടെ വിഷയങ്ങൾ, അതിൻ്റെ അറിവുകളും ഹദീസുകളും സുന്നത്തുകളും ചരിത്രങ്ങളൊക്കെ ചെറിയ രൂപത്തിൽ പറയും. വെറും ചില അറിവുകൾ, വിവരങ്ങൾ ഇങ്ങനെ കേൾക്കുന്നതിന് പകരം ഇത് പ്രാവർത്തികമായി എൻ്റെ ജീവിതത്തെ എങ്ങനെയാണ്
സ്വാധീനിക്കേണ്ടത് എന്ന ചിന്തയും കൂടി സഹോദരിമാർക്കും അവരുടെ കൈകാര്യങ്ങൾ ഏറ്റെടുത്ത പുരുഷന്മാരും ഒന്നിരുന്ന് ചിന്തിക്കണം. ഖുർആനും സുന്നത്തും അംഗീകരിച്ച ഒരാളാണ് ഞാൻ, പക്ഷെ എൻ്റെ ജീവിതത്തിൽ അതിനനുസൃതമായിട്ടുള്ള സ്വഭാവങ്ങളില്ലെങ്കിൽ അതൊരു തീരാ നഷ്ടമാണ്. ഖുർആന് സുന്നത്ത് തൗഹീദുള്ള സ്ത്രീയാണ്, പക്ഷെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ അറിയില്ല. സഹോദരൻ അല്ലെങ്കിൽ കൂടെയുള്ള പിറപ്പ് വയ്യാണ്ടായാൽ സഹകരിക്കാൻ തയ്യാറില്ല. അല്ലെങ്കിൽ വായ തുറന്നാൽ ഗീബത്താണ്, പരദൂഷണം പറയലാണ്. വായ തുറന്നാൽ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന വർത്തമാനമാണ് പറയുന്നതെങ്കിൽ സലഫിയത്ത് വിശ്വാസത്തിൽ മാത്രം പോരാ, അത് നമ്മുടെ പ്രവൃത്തിയിലും അഖ്ലാഖിലും വേണം. അപ്പോൾ പ്രാവർത്തിക രംഗത്ത് എന്തൊക്കെ മാറ്റമാണ് എന്നിൽ നിന്ന് വരേണ്ടത് എന്ന കൃത്യമായ ഗൗരവമേറിയ ചിന്തയോട് കൂടിയിട്ടാവണം ഇവിടെ ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ ഒന്ന് കേൾക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ സൂറത്തു തഹ്രീമിലും സൂറത്തുൽ അഹ്സാബിൽ സ്വർഗം ലഭിക്കുന്ന നല്ല സ്ത്രീകളുടെ അടയാളങ്ങളായി ചിലത് പറഞ്ഞിട്ടുണ്ട്. സൂറത്തു തഹ്രീമിൽ ആയത്തൊന്ന് നമ്മൾ നോക്കി നോക്ക്. മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ തായിബാത്തിൻ ആബിദാത്തിൻ സായിഹാത്തിൻ സയ്യിബാത്തിൻ അബ്കാറ. ഈ ആയത്തിൽ ഒരുപാട് സിഫാത്തുകൾ പറഞ്ഞു, വിശേഷണങ്ങൾ പറഞ്ഞു. സൂറത്തുൽ അഹ്സാബിൽ നമ്മൾ നോക്കി നോക്ക്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ ഖാനിതീന വൽ ഖാനിതാത്തി വസ്സാദിഖീന വസ്സാദിഖാത്തി വസ്സാബിരീന വസ്സാബിറാത്ത് വൽ ഖാശിഈന വൽ ഖാശിയാത്ത് എന്നിങ്ങനെ ഒരു പെണ്ണിനെക്കുറിച്ച് ഒരുപാട്, പുരുഷനെക്കുറിച്ചും പറഞ്ഞു. ഇവിടെ നമ്മുടെ വിഷയം പെണ്ണാണ്. അപ്പോൾ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്വർഗം നേടുന്ന ഒരു സ്ത്രീക്ക് ആവശ്യമായിട്ടുള്ള വിശേഷണങ്ങൾ പറയുന്നത് കാണാൻ പറ്റും. ഈ രണ്ടായത്തുകളെ മുൻനിർത്തി ഒരു വിശ്വാസിനിയുടെ വിഷയത്തിൽ വന്ന വിശേഷണങ്ങൾ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ 13 വിശേഷണങ്ങൾ അവിടെ കൊടുത്തത്, സിഫാത്തുകൾ കൊടുത്തത് നമുക്ക് കാണാൻ പറ്റും. ചുരുങ്ങിയ രൂപത്തിൽ ആ 13 ഏതാ? മുസ്ലിമാത്തി വൽ മുഅ്മിനാത്ത്. മുസ്ലിമാത്ത് ആരാണ് മുസ്ലിമാത്ത്? അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് തൻ്റെ ഹൃദയവും തൻ്റെ വിശ്വാസവും കീഴൊതുങ്ങിക്കൊടുത്ത ഒരു സ്ത്രീ, മുസ്ലിമാത്ത്. അൽ മുഅ്മിനാത്ത് ആരാണ് മുഅ്മിനാത്ത്? സുദൃഢമായ ദൃഢമായ വിശ്വാസമുള്ള, ഒരു സംശയമില്ലാത്ത അടിയുറച്ച വിശ്വാസം ഹൃദയത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു സ്ത്രീ. അൽ ഖാനിതാത്തി തായിബാത്ത്. ഖാനിതാത്ത് എന്താണ്? ഖാനിതാത്ത് നല്ല അനുസരണയുള്ള സ്ത്രീ. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് റബ്ബിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ തയ്യാറുള്ള സ്ത്രീ. അള്ളാഹു അനുസരിക്കണമെന്ന് ഏൽപ്പിച്ച അള്ളാഹിൻ്റെ സൃഷ്ടികളിൽ ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ആൾക്കാരുടെ കൽപ്പനകൾ അനുസരിക്കാൻ തയ്യാറുള്ള സ്ത്രീ. അത്തായിബാത്ത് ധാരാളമായി പശ്ചാത്തപിച്ച് മടങ്ങുന്ന ഒരു സ്ത്രീ. അല്ലേ, നമ്മളാരും എല്ലാം കൊണ്ടും ഒത്തവരല്ല, തെറ്റുകളുണ്ടാകും നമ്മളിൽ. ആ തെറ്റുകളൊക്കെ തിരുത്താൻ തയ്യാറായി നിരന്തരം പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന സ്ത്രീ. തന്നിലുള്ള പോരായ്മകൾ കാട്ടിത്തന്നാൽ അതെന്നിലുള്ള പോരായ്മയാണ്, ഞാനെല്ലാം ഒത്ത ഒരാളല്ല എന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അള്ളാഹുവിലേക്ക് നിരന്തരം പശ്ചാത്തപിച്ച് മടങ്ങുന്ന ഒരു സ്ത്രീ. ആബിദാത്തിൻ സായിഹാത്ത്. ആബിദാത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയെ ധാരാളം ഇബാദത്ത് ചെയ്യുന്നൊരു സ്ത്രീ. അള്ളാഹുവിനെ കൃത്യമായി അനുസരിച്ചുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യുന്ന സ്ത്രീ. തൻ്റെ നിർബന്ധബാധികൾ നമസ്കാരത്തെ കൃത്യമായി കൊണ്ടു നടക്കുന്ന സ്ത്രീ. തൻ്റെ ഖുർആൻ ഓത്തിനെ കൃത്യമായി കൊണ്ടു നടക്കുന്ന ഒരു സ്ത്രീ. തൻ്റെ ഇബാദത്തുപരമായിട്ടുള്ള നമസ്കാരം, നോമ്പ്, സകാത്ത്, സദഖകൾ ഇതൊക്കെ കൃത്യമായി നിറവേറ്റുന്ന സ്ത്രീ. അസ്സായിഹാത്ത് വ്രതമനുഷ്ഠിക്കുന്ന, നോമ്പുകൾ നോക്കുന്ന, നിർബന്ധമായതിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അത് നിറവേറ്റി തീർക്കുന്ന, തൻ്റെ അള്ളാഹുവിനോടുള്ള ബാധ്യതകളെക്കുറിച്ച് ബോധമുള്ള സ്ത്രീ. അസ്സാദിഖാത്ത്. സാദിഖാത്ത് നല്ല സത്യസന്ധയുള്ള സ്ത്രീ. നല്ല സത്യസന്ധത, കള്ളം പറയില്ല. അള്ളാഹുവിനോടും തൻ്റെ ഭർത്താവിനോടും ചുറ്റുമുള്ള ആരായിക്കോട്ടെ ആരോടും കള്ളം പറയാത്ത സത്യസന്ധത, ആ ഒരു വിശേഷണമൊത്തൊരു സ്ത്രീ. വസ്സാബിറാത്തി വൽ ഖാശിആത്ത്. സാബിറാത്ത് നല്ല ക്ഷമയുള്ള സ്ത്രീ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖദർ പ്രകാരം ജീവിതത്തിൽ പരീക്ഷണം വന്നാൽ സബ്ർ പാലിക്കുന്ന സ്ത്രീ. ഭൗതിക സാഹചര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. നല്ല ധനമുള്ള സന്ദർഭം ഉണ്ടാവും, ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരും. എല്ലാ സന്ദർഭത്തിലും ക്ഷമ
കൈവരിക്കുന്ന, ക്ഷമയോടുകൂടി ജീവിക്കുന്ന ഒരു സ്ത്രീ. വൽ ഖാശിആത്ത്, നല്ല ഭയഭക്തിയുള്ള സ്ത്രീ. താൻ പറയുന്ന വാക്കുകളും താൻ പറയുന്ന ചെയ്തികളെല്ലാം അള്ളാഹു കാണുന്നുണ്ട് എന്ന കൃത്യമായ ബോധത്തോടുകൂടി ഭയഭക്തിയുള്ള സ്ത്രീ. താൻ നിറവേറ്റുന്ന നമസ്കാരം അത് അള്ളാഹു കാണുന്നുണ്ട്, റബ്ബിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന, ഖുശൂഅോടുകൂടി ചെയ്യുന്ന ഒരു പ്രവർത്തനം. അതാണ് അൽ ഖാശിആത്ത്. വൽ മുതസദ്ദിഖാത്ത്, ധാരാളമായി ദാനധർമ്മം നിർവഹിക്കുന്ന ഒരു സ്ത്രീ. തനിക്ക് കിട്ടിയ തൻ്റേതായിട്ടുള്ള സമ്പത്തുകളുണ്ടെങ്കിൽ അത് ധാരാളം പേരെ കണ്ടറിഞ്ഞ് സഹായിക്കാൻ ഒരു മടിയും കാണിക്കാത്തൊരു സ്ത്രീ. സുബ്ഹാനല്ലാഹ്. തൻ്റെ ലൈംഗിക അവയവത്തെ സൂക്ഷിച്ചു നിർത്തുന്ന, സംരക്ഷിച്ചു നിർത്തുന്ന ഒരു സ്ത്രീ. അള്ളാഹുവിനെ കുറിച്ച് സദാസമയം ചിന്തയും ബോധവുമുള്ള സ്ത്രീ. തൻ്റെ അദ്കാറുകളൊക്കെ കൃത്യമായി നിറവേറ്റുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർക്കേണ്ട സന്ദർഭത്തിൽ കൃത്യമായി ഓർക്കുന്ന സ്ത്രീ. അപ്പം ഇങ്ങനെ ഖുർആൻ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇത്തരം ഒരുപാട് വിശേഷണങ്ങൾ സ്വർഗത്തിലേക്ക് കയറുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പരിചയപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഖുർആനിൽ വന്ന അധ്യാപനങ്ങളെ പരമാവധി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിച്ച സ്ത്രീകളുടെ തന്നെ മാതൃകയാണ് ആര്? സലഫു സ്വാലിഹാത്തുകളായിട്ടുള്ള സച്ചരിതരായ തലമുറകളിൽപ്പെട്ട സ്വഹാബി വനിതകൾ മുതൽ തുടങ്ങിയ ആദ്യ 3 തലമുറകളിലെ സ്ത്രീകൾ. പുരുഷന്മാരെയും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ഉയർന്ന മാതൃക അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആർക്കും അതിൽ സംശയമില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ നേരിട്ട് തൻ്റെ രഹസ്യ പരസ്യ ജീവിതങ്ങളിലെ മൂല്യങ്ങൾ പൂർണ്ണമായും പഠിച്ചെടുത്ത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി സ്ത്രീകൾക്ക് 10-11 തൻ്റെ നബിൻ്റെ ഭാര്യമാർ മാതൃകളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അവരുടെ ജീവിതത്തെ കൃത്യമായി പഠനം നടത്തിക്കൊണ്ടാണ് ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തെ ആ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിക്കേണ്ടത്. അപ്പോൾ ഒരു നല്ല സ്വാലിഹത്തായ സ്ത്രീക്ക് നേരത്തെ പറഞ്ഞ ഖുർആനിൽ വന്ന വിശേഷണങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അവരിൽ ഉണ്ടാകേണ്ട ചില മാറ്റങ്ങൾ, ചില ഉസൂലുകളാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അൽ ഇഖ്ലാസു ലില്ലാഹി തആല. ഒരു സ്ത്രീ, അതാരായാലും ശരി, പുരുഷനായാലും സ്ത്രീ ആയാലും ശരി, തൻ്റെ ജീവിതത്തിലെ ഓരോ നിലപാടും ഓരോ പ്രവൃത്തിയും ഓരോ കർമ്മവും അത് അത്യന്തികമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അത് പ്യുവർലി ശുദ്ധമായ ഇബാദത്തുകൾ മുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നത് വരെ അത് അള്ളാഹിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു സ്ത്രീ ആകുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഭർത്താവിന് കൊടുക്കേണ്ട ഹക്കുകളുണ്ട്, മക്കളെ കൊടുക്കേണ്ട ഹക്കുകളുണ്ട്, ആ ഭർത്താവിൻ്റെ വീട് അതൊരു ഉത്തരവാദിത്തമാണ്. ഈ പറഞ്ഞ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റുമ്പോൾ അതിലെല്ലാം ഇഹ്തിസാബ് ഉണ്ടാകണം. ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ എന്താ? താൻ ചെയ്യുന്ന ഈ കർമ്മം കൊണ്ട് എൻ്റെ ഉദ്ദേശം മറുവശത്ത് നിൽക്കുന്ന ആളുടെ പ്രശംസനകളോ അദ്ദേഹത്തിൻ്റെ അംഗീകാരമൊന്നുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ആത്യന്തികമായിട്ട് ഞാൻ ഈ ചെയ്യുന്ന കാര്യം അത് അള്ളാഹിൻ്റെ വജ്ഹിന് വേണ്ടിയിട്ടാണ്. അള്ളാഹു എന്നോട് കൽപ്പിച്ചത് കൊണ്ടാണ് ഞാനത് ചെയ്യണത്. ആ കൽപ്പന അവിടെ നിറവേറ്റുന്നതിലൂടെ എനിക്ക് ലഭിക്കാൻ പോകുന്നത് ജന്നത്തുൽ ഫിർദൗസ് ആണ് എന്ന കൃത്യമായ ബോധ്യത്തോടു കൂടി ചെയ്യുമ്പോൾ ആ സ്ത്രീക്ക് അതിലൂടെ അത് ഭയങ്കര ആസ്വദിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം ചില സ്ത്രീകളൊക്കെ ഒരു സുബ്ഹാനല്ലാഹ് തൻ്റെ വീട്ടിലെ ഉത്തരവാദിത്വം ഒരുപാട് വൃത്തിയാക്കാനുണ്ട്, ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കണം, കുട്ടികളെ നോക്കണം, ഭർത്താവിൻ്റെ ഒരുപാട് ആവശ്യങ്ങൾ, ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു അതൃപ്തി ചിലരുടെ മുഖത്ത് കാണും. ഭയങ്കര ഭാരമാണെന്ന്. പ്രിയപ്പെട്ടവരെ, ആ ചെയ്യുന്ന കർമ്മം ഇത് അള്ളാഹു എന്നെ ഏൽപ്പിച്ചതും ഞാനത് നിറവേറ്റുന്നതിലൂടെ എനിക്ക് സ്വർഗമാണ് ലഭിക്കുന്നത് എന്നൊരു ബോധത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ഭർത്താവ് തിന്നുന്ന ഓരോ വറ്റിലും നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാവും. തൻ്റെ വീട് വൃത്തിയാക്കുന്നതിൽ സ്വർഗം പ്രതീക്ഷിക്കും. തൻ്റെ മക്കൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന സമയത്തിൽ നമ്മൾ സ്വർഗം പ്രതീക്ഷിക്കും. ഭർത്താവിൻ്റെ സന്തോഷത്തിൽ നമ്മൾ സ്വർഗം പ്രതീക്ഷിക്കും.
തൻ്റെ അയൽപ്പക്കക്കാരോടുള്ള നല്ല പെരുമാറ്റത്തിൽ നമ്മൾ സ്വർഗം പ്രതീക്ഷിക്കും. നമ്മൾ ഒരാളോട് നല്ല നിലക്ക് പെരുമാറുന്നതിൻ്റെ പിന്നിലെ പ്രേരകം തന്നെ അള്ളാഹിൻ്റെ വജ്ഹ് മാത്രമായി മാറും. അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രമായി മാറുമ്പോൾ എന്താണ് അതിലുണ്ടാകുന്ന മാറ്റം? മറ്റാൾ എനിക്ക് തരേണ്ട ഹക്ക് തരുന്നുണ്ടോ എന്നൊരു ചിന്ത അധികം അതിൽ വരില്ല. ഇപ്പം ഭർത്താവ് എനിക്ക് തരേണ്ട ഒരുപാട് ഹക്കുകളുണ്ട്, അത് മറ്റൊരു സദസ്സിൽ നമ്മൾ വിശദീകരിക്കും. ഭർത്താവ് എനിക്ക് തരേണ്ട ഹക്കിൽ വീഴ്ച വരുത്തിയാലും ഞാൻ അങ്ങോട്ട് കൊടുക്കേണ്ട ഹക്കിൽ വീഴ്ച വരുത്തില്ല. നേരെ തിരിച്ചും ഭാര്യ എനിക്ക് തരേണ്ട ഹക്കിൽ എന്നോട് പെരുമാറേണ്ട പെരുമാറ്റത്തിൽ നല്ലതായിട്ടുള്ള പെരുമാറ്റത്തിൽ ഒരുപാട് വീഴ്ചകൾ വരുത്തുന്നുണ്ടെങ്കിലും അള്ളാഹു ഏൽപ്പിച്ചത് കൊണ്ട്, റബ്ബിൻ്റെ വജുദ്ദേശമുണ്ട്, ഞാൻ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ഹക്കുകളൊക്കെ കൊടുത്ത് നല്ലൊരു ഭർത്താവായിട്ട് ജീവിക്കുള്ളൂ. ഭാര്യ നേരെ തിരിച്ചും, ഭർത്താവ് എന്നിൽ എന്തൊരു വീഴ്ച വരുത്തിയാലും ഭർത്താവിന് കൊടുക്കേണ്ട ഹക്കുകൾ കൊടുത്ത് നല്ല ഉത്തമ ഭാര്യയായിട്ട് സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ ഏത് കവാടത്തിലും കൂടി കയറാനുള്ള തൗഫീഖ് എനിക്ക് ലഭിക്കണം. ഇതായി മാറും നിയ്യത്ത്. അപ്പം ഭർത്താവ് എങ്ങനെ പെരുമാറണോ എന്ന വിഷയം ഈ ഭാര്യനെ അധികം ബാധിക്കില്ല. ഇതാണ് അള്ളാഹുവിൻ്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് തൻ്റെ പ്രവർത്തനങ്ങളെയും തൻ്റെ ബന്ധങ്ങളെയും ആ രൂപത്തിലേക്ക് മാറ്റുമുണ്ടാകുന്ന ഒരു വ്യത്യാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് ഈ ഒരു ആശയം കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ലൈസൽ വാസിലു ബിൽ മുകാഫി വലാകിന്നൽ വാസില അല്ലദി ദൻഖതഅത് റഹിമഹു വസലഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, കുടുംബബന്ധം ചേർക്കുന്നവൻ ഇങ്ങോട്ട് ചേർക്കുന്നവൻ അങ്ങോട്ട് ചേർക്കുന്നവനല്ല കുടുംബബന്ധം നിലനിർത്തിയവൻ. ഇങ്ങോട്ട് മുറിക്കുന്നവൻ അങ്ങോട്ട് ചെന്ന് ചേർക്കുന്നവനാണ് കുടുംബബന്ധം ശരിക്കും ചേർക്കുന്നത്. കാരണം എന്താ? ആ കുടുംബ ബന്ധങ്ങളെ അതിന് വേണ്ട വില കൊടുക്കുകയും ചേർക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അള്ളാഹുവിൻ്റെ ഉദ്ദേശം ഉണ്ടാ. എന്നാൽ അവരിങ്ങോട്ട് ബന്ധം വെക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ബന്ധം വെക്കും എന്നതാണെങ്കിൽ അവിടെ അള്ളാഹിൻ്റെ വജഹ് അവിടെ വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തക, നമ്മുടെ സദസ്സിലേക്ക് കയറി വരുന്ന മറ്റൊരു സ്ത്രീ, ആ സ്ത്രീയെ മുഖത്ത് നോക്കിയിട്ടൊന്ന് പുഞ്ചിരിക്കുന്നത് പോലും അവനെ തൃപ്തിപ്പെടുത്താനല്ല. അള്ളാഹു എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാകണം എന്നുള്ളത്. തൻ്റെ ഭർത്താവിനോടുള്ള ബാധ്യത കുറവേറ്റുന്നത് അത് അള്ളാഹിൻ്റെ വജു. അങ്ങനെ തൻ്റെ സകല കാര്യങ്ങളും അത് അള്ളാഹുവിൻ്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, ലോകം മൊത്തം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സന്തോഷം, ആ ഒരു സമാധാനം, ആ ഒരു കൺകുളിർമ ഒരു വ്യക്തിക്ക് അവൻ്റെ ഹൃദയത്തിൽ അനുഭവിക്കാൻ സാധിക്കും. ഇതാണ് ഒന്നാമത്തെ അസ്ല്. തൻ്റെ സകല പ്രവർത്തനങ്ങളും അത് അള്ളാഹുവിൻ്റെ വജുദ്ദേശം ഉണ്ടാവുക. താൻ ചെയ്യുന്ന ബാധ്യതകൾ, നിറവേറ്റുന്ന ബാധ്യതകൾ അത് അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷയാവുക. രണ്ടാമതൊരു സ്ത്രീ ശ്രദ്ധിക്കേണ്ട ഇഖ്ലാസ്, ഇബാദത്തൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തിൽ ഉടനീളം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ത്? അൻ തഹ്ഫദ് ലിസാനഹ വതുഹ്സിന ظن ബിൽആഖരീൻ. തൻ്റെ നാവിനെ ശ്രദ്ധിക്കാം, മറ്റുള്ളവരെ കുറിച്ചുള്ള സൽവിചാരം നിലനിർത്തുക. സ്ത്രീകളെ പരീക്ഷിക്കപ്പെടുന്ന ഏരിയകളുണ്ട്, പുരുഷന്മാർ പരീക്ഷിക്കപ്പെടുന്ന ഏരിയകളുണ്ട്. സ്ത്രീകൾക്ക് ഒരുപാട് വീഴ്ചകൾ വരുന്ന ഒരു ഏരിയയാണിത്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. തൻ്റെ നാവ് പ്രത്യേകം പരദൂഷണം, മറ്റുള്ളവരെ കുറിച്ചുള്ള മോശം സംസാരം, മറ്റുള്ളവരെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയൽ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രഹസ്യ സംഭവങ്ങൾ, മറ്റുള്ളവരുടെ കുടുംബത്തിൻ്റെ ഇടയിൽ നടക്കുന്ന, അല്ലെങ്കിൽ ഒരു സഹോദരി തന്നോട് പങ്കുവെച്ചത് മറ്റുള്ളവരോട് പങ്കുവെക്കൽ ഭയങ്കര ഗൗരവമുള്ള വിഷയം. നല്ലോണം ശ്രദ്ധിക്കണം. സാധാരണ സ്ത്രീകളെല്ലാവരും ഒന്നിച്ചു കൂടിയാൽ ഒരുപാട് വർത്താനം പറയും. ഓബ്വിയസ്ലി അത് അവരുടെ പ്രകൃതിയാണ്, നമുക്ക് തടയാൻ പറ്റില്ല. പക്ഷെ ആ സംസാരങ്ങളെ ഈ ഗണത്തിൽ പെടുന്നതാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ, ഇഫ്കിന്റെ സംഭവം നമുക്കറിയാലോ അല്ലേ? ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഒരു ദുരാരോപണം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭയങ്കരമായി മനസ്സ് വേദനിപ്പിച്ച ഒരു സംഭവമാണ് ഇഫ്കിന്റെ സംഭവം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷയെ കുറിച്ചിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ പലർക്കും പൊന്തിയൊരു അവസരമാണ്. മുനാഫിക്കുകൾ എന്താ പറയാ, വളരെ സജീവമായി പ്രവർത്തിച്ച ഒരു സന്ദർഭമാണ് അത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഭാര്യയായിട്ടുള്ള സൈനബ റളിയല്ലാഹു അൻഹയെ അടുത്ത് ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഒരു അഭിപ്രായം ചോദിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ പറ്റും. ആരാണ് സൈനബ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ പരസ്പരം മത്സരിച്ചിരുന്ന ഒരു സ്ത്രീകളാണ് ആര്? ആയിഷ റളിയല്ലാഹു അൻഹയും സൈനബ റളിയല്ലാഹു അൻഹയും. ഭയങ്കര പരസ്പരം മത്സരിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃപ്തി കിട്ടാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗീകാരം കിട്ടാൻ ധാരാളം ഒരു പരസ്പരം നല്ല മത്സരിച്ചിരുന്നു. അപ്പൊ താൻ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള ദുരാരോപണത്തെ കുറിച്ചാണ് സൈനബ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത്. അപ്പൊ സൈനബ റളിയല്ലാഹു അൻഹ അവിടെ പറഞ്ഞത് എന്താണെന്നറിയോ? യാ റസൂലല്ലാഹ്, എൻ്റെ അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അഹ്മി സമഇ വബസരി, ഞാൻ എൻ്റെ ചെവിയെയും എൻ്റെ കണ്ണിനെയും എന്നെ ഞാൻ സൂക്ഷിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വല്ലാഹി മാ അലിംതു അലൈഹ ഇല്ലാ ഖൈറൻ. സൈനബ റളിയല്ലാഹു അൻഹ ജനങ്ങളിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് കേൾക്കുന്നത് മുഴുവനും ദുരാരോപണങ്ങളാണ്. ജനങ്ങൾ കണ്ടതായും കാണാത്ത കാര്യങ്ങൾ കണ്ടതായിട്ടും പറയുന്നത് മുഴുവനും മോശപ്പെട്ട കാര്യങ്ങളാണ്. മുനാഫിക്കുകൾ അങ്ങനെയാണ് പ്രചരണം നടത്തുന്നത്. പക്ഷെ അതിലൊന്നും വിശ്വസിക്കാതെ തനിക്ക് ചെറിയ രൂപത്തിൽ സ്ത്രീകൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന അസൂയ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ ഉണ്ടായിട്ട് പോലും സൈനബ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞെന്താണെന്നറിയോ? നബിയെ, എനിക്ക് ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് നല്ലത് മാത്രമേ അറിയുള്ളൂ. ഇതിന് എന്ത് മനസ്സിലാവും? ഇത് നമുക്ക് കിട്ടേണ്ട ഈ സൈനബയെ പോലത്തെ ഒരു ഭാര്യയാകാൻ നമ്മുടെ സ്ത്രീകൾക്ക് പറ്റണം. മറ്റൊരാളെക്കുറിച്ചൊരു മോശം കേട്ടാൽ അതിന് നമ്മൾ ഒരു 60-70 ന്യായങ്ങൾ കണ്ടെത്തി കൊടുക്കണം. അത്രയും ഹുസ്നുള്ള ഒരു വിശ്വാസിക്ക് തൻ്റെ സഹോദരി വിശ്വാസികളെ കുറിച്ച് ഉണ്ടാകണം. ഇനി 60-70 ന്യായങ്ങൾ കണ്ടെത്തിയിട്ടും അതൊന്നും ആ സ്ത്രീന്റെ വിഷയത്തിൽ ശരിയാകുന്നില്ല എങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞത് എന്താ അറിയോ? ലാസ്റ്റ് നിങ്ങൾ സ്വയം സമാധാനിക്കുന്നത്, ഇന്ന് പിന്നെ എനിക്കറിയാത്ത എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടെങ്കിലും അവരെ കുറിച്ചുള്ള സൽവിചാരം അവിടെ നിലനിർത്തണം എന്നാ. ഇന്ന് ആരാണ് പറഞ്ഞതെന്ന് പോലും ആൾക്കാർക്ക് അറിയുണ്ടാവില്ല. ഏതോ ഒരു സോഴ്സിൽ നിന്ന് ഏതോ ഒരാള് ഏതോ ഒരു സന്ദർഭത്തിൽ ഏതോ ഒരു ഊഹം പറഞ്ഞതാവും. ആ ഊഹം പിന്നെ എല്ലാവരും നടന്നൊരു കാര്യമാണെന്നുള്ള രൂപത്തിലാണ് ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ എല്ലാ സദസ്സുകളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തൻ്റെ സംസാരത്തിലോ തൻ്റെ പ്രവൃത്തിയിലോ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, അവരുടെ കുടുംബത്തിൻ്റെ രഹസ്യങ്ങളെ തൊട്ട് സംസാരിക്കുന്ന രൂപത്തിലുള്ള ഒരു സംസാരം നമുക്കിടയിലുള്ള സംഭാഷണത്തിൽ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല വിചാരം മറ്റുള്ളവരെ കുറിച്ച് ഉണ്ടാകാൻ വേണ്ടി ഓരോ സ്ത്രീയും ശ്രദ്ധിക്കുക. മൂന്നാമതായി, ഒരു സ്ത്രീക്ക് നല്ല സ്വാലിഹത്തായ ഒരു സ്ത്രീയാകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നല്ല പഠിക്കാൻ താല്പര്യവും അത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള താല്പര്യം, പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ പഠിപ്പിക്കാനുള്ള ഒരു താല്പര്യം ഒരു സ്ത്രീക്ക് ഉണ്ടാകണം. നമ്മുടെ സ്വഹാബി വനിതകളിൽ ഈ ഒരു സ്വഭാവം നല്ലോണം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ ഒരു സ്ത്രീ വരെയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറയണം. എന്താണ് പറയണത്? യാ റസൂലല്ലാഹ്, ദഹബ الرجال بحديثك, പ്രവാചകരെ, താങ്കളെ ഹദീസുകൾ മുഴുവനും ആണുങ്ങൾ അതാ പഠിച്ചെടുത്തു പോകുന്നു, ഞങ്ങൾ സ്ത്രീകൾക്ക് പഠിക്കണം. അങ്ങനെ ഈ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, പ്രവാചകരെ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളെ മാത്രം പഠിപ്പിക്കാൻ വേണ്ടി ഒരു ദിവസം ഞങ്ങൾക്കൊന്ന് മാറ്റിത്തരണം പ്രവാചകരെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ഒരു ദിവസം മാറ്റിവെക്കുകയും അവർക്ക് ആ ദിവസം സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുഴുവനും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. കണ്ട, ആ സ്വഹാബി വനിതകളുടെ ദീൻ പഠിക്കാനുള്ള ഒരു താല്പര്യം, അറിവ് നേടാനുള്ള ഒരു ആഗ്രഹം, അതിനുവേണ്ടി അവരെടുക്കുന്ന തീരുമാനങ്ങൾ, അതിനുവേണ്ടി അവരെടുക്കുന്ന പരിശ്രമങ്ങൾ. അപ്പൊ നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനും ഹദീസുകളും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവണം. അതേപോലെ എന്തുണ്ടാകണം? ഒരു സ്ത്രീ തൻ്റെ മക്കളെ ആ രൂപത്തിൽ അള്ളാഹിനെ കുറിച്ചുള്ള വിചാരങ്ങളും അള്ളാഹിനെ കുറിച്ചുള്ള അധ്യാപനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ വളരെ ചെറിയ പ്രായം മുതലേ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകം സമയം ചെലവഴിക്കണം. കാരണം അടുത്ത തലമുറയിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെയും സ്വാലിഹീങ്ങളെയും സ്വാലിഹാത്തുകളെയും വാർത്തെടുക്കുന്നത് അധികവും സ്ത്രീകളാണ്. നമ്മളൊന്ന് ചരിത്രം പരിശോധിച്ച് നോക്ക്. പ്രഗത്ഭരായിട്ടുള്ള വലിയ വലിയ പണ്ഡിതന്മാർ, ഇമാം ബുഖാരി, ഇമാം മാലിക്, ഇമാം അശ്ശാഫിഈ, ഇവരെ എല്ലാവരും വാർത്തെടുത്തത് ആരാണ്? അവരുമ്മമാരാണ്. അവരുടെ വാപ്പാരൊക്കെ വളരെ ചെറുപ്രായത്തിൽ തന്നെ മരണപ്പെട്ടു പോയി. പിന്നെ അവരെ ഉമ്മമാരാണ് ഈ കുട്ടികളെ കൈ പിടിച്ച് അവരെ രാവിലെ കുളിച്ചൊരുക്കിയിട്ട് വലിയ വലിയ പണ്ഡിതന്മാരെ സദസ്സിലേക്ക് ഈ കുട്ടികളെ വിട്ട്, മോനെ പഠിച്ചു വാന്ന് പറഞ്ഞിട്ട് അവരെ വിടും. അങ്ങനെ പഠിപ്പിച്ച് വലിയ പണ്ഡിതന്മാരാക്കി വളർത്തിയെടുത്തു. എത്രത്തോളം എന്ന് വെച്ചാൽ സലഫുകളിൽപ്പെട്ട പലരും പറയണത് എന്താ പറയുക, മാ മിൻ റജുലിൻ
ഇല്ലാ വഖൽഫഹു ഇംറഅ. ചരിത്രം കണ്ട വലിയ വ്യക്തിത്വങ്ങൾക്ക് എപ്പോഴും പിന്നിൽ എന്തുണ്ടാവും? ആർക്കും അറിയാത്ത ഒരു സ്ത്രീന്റെ ഒരു സ്വാധീനം ഉണ്ടാവും എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അത്ര വലിയൊരു ഉത്തരവാദിത്തമാണ് ഒരു സ്ത്രീ തൻ്റെ മക്കളെ പഠിപ്പിക്കുന്ന വിഷയത്തിൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ, സ്കൂളിൻ്റെ വിഷയത്തിൽ ഭയങ്കര ശ്രദ്ധ. വലിയ ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം, കുട്ടിക്ക് നല്ല ആഗ്രഹങ്ങൾ നമ്മൾ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള വർത്തമാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ കുട്ടിക്ക് എനിക്ക് നല്ലൊരു മുഅ്മിനാകണം, എനിക്ക് നല്ല ഒരു മുഅ്മിനയാകണം, നല്ലൊരു സ്ത്രീ ആകണം, അള്ളാനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു പുരുഷനാകണം, അബൂബക്കറിനെയും ഉമറിനെയും പോലെയുള്ള വലിയൊരു വ്യക്തിത്വമാകണം, അല്ലെങ്കിൽ എനിക്ക് നല്ല ഹിജാബൊക്കെ കൃത്യമായി ശ്രദ്ധിച്ച അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിച്ച ഒരു അള്ളാഹുവിൻ്റെ അടിമയായ സ്ത്രീ ആകണം, ആയിഷ റളിയല്ലാഹു അൻഹ, ഖദീജ റളിയല്ലാഹു അൻഹ പോലെയുള്ള ഒരു സ്ത്രീ ആകണം എന്ന ആഗ്രഹം നമ്മുടെ മക്കളിൽ വളർത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടെ സ്ത്രീകൾക്കാണ്. അപ്പൊ സ്ത്രീകൾ ആ വിഷയങ്ങളിൽ നല്ലോണം ശ്രദ്ധിക്കണം. നാലാമത്തെ, ഒരു സ്ത്രീ നല്ല സ്വാലിഹായ ഒരു സ്ത്രീയാകാൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത്? നമ്മൾ നല്ലോണം സദഖ നൽകുന്നവരാണ്. സ്വന്തമായി ചെറിയൊരു വരുമാനം അല്ലെങ്കിൽ ചെറിയ ഒരു ഭർത്താവ് ചെലവിന് തരുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ധാരാളമായി നമ്മൾ സദഖകൾ ചെയ്യുക, കണ്ടറിഞ്ഞ ആൾക്കാരെ സഹായിക്കാം. കൂടെ നമുക്ക് പരിചയമുള്ളവർ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അറിയുന്നുണ്ടെങ്കിൽ അവർ ചോദിക്കാൻ വേണ്ടി നമ്മൾ മടിക്കരുത്. അതിനെന്ത് വേണം? നമ്മുടെ സദസ്സുകളിലേക്ക് കയറി വരുന്നവരെ നല്ല നിലക്ക് നമ്മൾ പരിചയപ്പെടണം, അല്ലേ? പ്രത്യേകിച്ച് ദീനീ സദസ്സിലേക്ക് പുതുതായി വരുന്ന ആൾക്കാരെ, അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും, ഒരു ക്ലാസ് പുതുതായി കേൾക്കാൻ വന്ന ഒരാളെ അവിടെ ക്ലാസ്സും കേട്ട് അതിൻ്റെ ദീനിനോടൊക്കെ ഇഷ്ടമുള്ള വ്യക്തികളുടെ ഉത്തരവാദിത്തമാണ് എന്ത്? അവരെ ഇത്തരം ക്ലാസ്സിലേക്ക് വരാൻ ആകർഷിക്കുക എന്നുള്ളത്. അവരെ കണ്ട് പരിചയപ്പെടാം, നല്ല നിലക്ക് അവരോട് പെരുമാറാം. നിങ്ങൾ ഇനിയും വരണട്ടോ, നല്ലൊരു ബന്ധം അവരായിട്ട് വെച്ച് പുലർത്താം. നമ്മുടെ നാവിൽ നിന്നും നമ്മുടെ പ്രവൃത്തിയിൽ നിന്നുള്ള എല്ലാ ഉപദ്രവങ്ങളെ തൊട്ടും അവർ സുരക്ഷിതരാവുക. ഇതൊക്കെ ഒരു സ്ത്രീ പ്രത്യേകം ശ്രദ്ധിക്കണം, പുരുഷന്മാരും ശ്രദ്ധിക്കണം. സ്ത്രീകൾ പരസ്പരം തൻ്റെ സഹോദരിക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ, വെയ്യാത്ത സമയത്ത് അവരെ കണ്ടറിഞ്ഞ് സഹായിക്കുക. അവർ വെയ്യാത്ത സമയത്ത് അവരെ വീട്ടിലെ ആവശ്യമുള്ള വിഷയങ്ങളിലൊക്കെ നമ്മളെ കൊണ്ടാകുന്ന രൂപത്തിലുള്ള സഹകരണങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. അങ്ങനെയുള്ള കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന, ധാരാളമായി സദഖ ചെയ്യുന്ന ഒരു സ്ത്രീയാകാം. ഇതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തത്, ഏതൊരു സ്ത്രീൻ്റെ വിഷയത്തെ, തൻ്റെ ആഖിറത്തിനെ കാര്യമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്ത്? തൻ്റെ ഭർത്താവിന് കൊടുക്കുന്ന ഹക്കുകൾ കൃത്യമായി നിറവേറ്റുക എന്നത്. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഏൽപ്പിച്ച അള്ളാഹു ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു ഭർത്താവിന് തൻ്റെ സ്വർഗം നേടാൻ അത് തൻ്റെ മാതാപിതാക്കളെ കെയർ ചെയ്തുകൊണ്ടാണ് എന്നുള്ള മാതാപിതാക്കളുടെ വിഷയത്തിൽ വന്ന നസൂസുകൾ നമുക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല സുജൂദ് പറയാൻ ഏൽപ്പിക്കുമെങ്കിൽ, പറയുമായിരുന്നെങ്കിൽ, ഒരു പുരുഷനോട് തൻ്റെ മാതാപിതാക്കൾക്കും മാതാവിനും ഒരു പെണ്ണിനോട് തൻ്റെ ഭർത്താവിനാണ് സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നത് എന്ന ഹദീസുകൾ കാണാം. ഭർത്താവിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമുണ്ട്, അതേപോലെ ഒരു സ്ത്രീനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഒരു സ്ത്രീക്ക് സ്വർഗത്തിൽ കയറാനുള്ള വലിയ ഒരു കാരണമാണ്, ഒരു വാതിലാണ് എന്ത്? തൻ്റെ ഭർത്താവ്. അത് ഭർത്താവ് ഇന്ന വ്യക്തി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പെരുമാറുന്നു എന്നതല്ല. ആ ഭർത്താവിന് കൊടുക്കേണ്ട ഹക്കുകൾ അള്ളാഹു ഏൽപ്പിച്ചത് കൊണ്ട് അത് ഞാൻ നല്ലോണം ശ്രദ്ധിച്ച് നിറവേറ്റണം. ആ രൂപത്തിലാണ് ഭർത്താവിനോടുള്ള പെരുമാറ്റം. നല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പറഞ്ഞത്? നല്ലൊരു ഭാര്യൻ്റെ അടയാളമായിട്ട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, അല്ലയോ അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അയ്യുൻ നിസാഇ ഖൈർ, സ്ത്രീകളിൽ ഏറ്റവും ഖൈറായ സ്ത്രീ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെന്താണെന്നറിയോ? അല്ലദീ തസുറുഹു ഇദാ നദറ ഇലൈഹ, തൻ്റെ ഭാര്യയിലേക്ക് കടന്നു കയറുമ്പോൾ, വീട്ടിലേക്ക് ചെന്ന് തൻ്റെ ഭാര്യയെ കാണുമ്പോൾ വല്ലാത്ത സന്തോഷം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് നല്ലൊരു ഭാര്യൻ്റെ അടയാളം. തൻ്റെ ഭാര്യയെ കാണുമ്പോൾ ഹൃദയത്തിൽ സന്തോഷം വരുന്നൊരു ഭർത്താവ്. വതുതീഉഹു ഇദാ അമർ, തൻ്റെ ഭർത്താവ് ദീനിനെതിരല്ലാത്ത അല്ലെങ്കിൽ തൻ്റെ ആരോഗ്യത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു ഉപദ്രവമില്ലാത്ത ഒരു കാര്യം ആ ഭാര്യയോട് കൽപ്പിച്ചാൽ ഒരു മടിയും കൂടാതെ അത് നിറവേറ്റുന്നവളാണ് നല്ലൊരു ഭാര്യ. വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ വലാ ഫീ മാലിഹി ബിമാ യക്റഹ്, ആ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത രൂപത്തിലുള്ള പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ ആ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത, അനുവാദം ലഭിക്കാത്ത രൂപത്തിലുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങളിലോ ഏർപ്പെടാത്തവളാണ് നല്ല ഒരു സ്ത്രീ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കണം. ഇതിലേക്ക് രണ്ട് കാര്യങ്ങളും കൂടി ചേർത്തിട്ട് പണ്ഡിതന്മാർ
ആ നല്ലൊരു സ്ത്രീനെ കുറിച്ച് വിശദീകരിച്ച് കാണാൻ പറ്റും. ഖൈറുൻ നിസാ അല്ലതി ഇദാ ഉഅതിയത് ശകറത്. സ്ത്രീകളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള ഒരു സ്ത്രീ ആരാ? തനിക്ക് കിട്ടിയ സൗകര്യങ്ങൾ, തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, അതിൽ നന്ദി കാണിക്കുന്നവളാണ് ഏറ്റവും നല്ല സ്ത്രീ എന്ന്. വഇദാ ഹുരിമത് സബറത്. തൻ്റെ സൗകര്യത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ, തനിക്ക് ലഭിക്കുന്ന വിശാലതയിൽ എന്തെങ്കിലും ഒരു ഞെരുക്കം വന്നാൽ അതിൽ സ്വബർ പാലിക്കുന്ന സ്ത്രീയാണ് നല്ല ഒരു ഭാര്യ എന്ന് പണ്ഡിതന്മാർ ഈ ഒരു ഹദീസിനെ മുൻനിർത്തിയിട്ട് വിശദീകരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സലഫുകളിലെ പെട്ട സ്ത്രീകൾ തൻ്റെ ഭർത്താവിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ വജ്ഹ് നേടാൻ വേണ്ടി തൻ്റെ ഭർത്താവിൻ്റെ തൃപ്തി നേടാൻ ഏതറ്റം വരെ പോയിട്ടുണ്ട് എന്ന് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും. പണ്ഡിതന്മാർ സാധാരണ വിശദീകരിക്കാറുള്ള ഒരു കാര്യമാണ് ഉമ്മു ദർദ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ച വളരെ പ്രഗത്ഭയായിട്ടുള്ള ഒരു സ്വഹാബി വനിതയാണ്. ആ സ്വഹാബി വനിത ഉമ്മു ദർദ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ആ ഹദീസ് ഉദ്ധരിക്കണ എന്നെ കേട്ടോക്കൂ. ആ സ്ത്രീ പറയാണ്, ഹദ്ദസനി സയ്യിദി അന്നഹു സമിഅ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തൻ്റെ ഭർത്താവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ച ഒരു ഹദീസ് ഈ സ്ത്രീ ഉദ്ധരിക്കുന്നത് കണ്ടോ. ഹദ്ദസനി സയ്യിദി, എൻ്റെ സയ്യിദ്, എൻ്റെ ഉടമസ്ഥൻ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ രാജാവ് എന്നോട് അറിയിച്ചു തന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ളൊരു ഹദീസ്. ഉമ്മു ദർദായിൻ്റെ ഈ വാക്കിൽ നിന്നൊരു പാഠം കിട്ടുന്നുണ്ട്. തൻ്റെ ഭർത്താവിനെ കുറിച്ച്, ആ ഭർത്താവിൻ്റെ മനസ്സ് കൈപിടിക്കുന്ന നല്ല നല്ല പേരുകളാണ് ഭർത്താവിനെ കുറിച്ച് പറയാ തന്നെ ഒരു സ്ത്രീ. ഇന്നിപ്പോൾ നമ്മൾ ചില വീടുകളിൽ പോയാൽ ഭാര്യ ഭർത്താവിനെ പേരാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ ചിലപ്പോൾ എടാന്നാണ് പരസ്പരം വിളിക്കുന്നത്. സലഫുകളായ സ്ത്രീകൾ അങ്ങനെയല്ലായിരുന്നു. ഏറ്റവും നല്ല നല്ല അഭിസംബോധനം ചെയ്യാൻ പറ്റിയ എൻ്റെ രാജാവ്, എൻ്റെ സയ്യിദ്, എൻ്റെ ഹബീബ് എന്ന ഏറ്റവും നല്ല വാക്കുകളാണ് ഭർത്താവിനെ കുറിച്ച് മറ്റൊരാളടുത്ത് പറയുമ്പോൾ പോലും അവർ പറയാം. പേര് വിളിക്കുന്നൊരു സംഭവമില്ല. അത്രയും മനസ്സിൽ ഇഷ്ടവും സ്നേഹവും ഉണ്ടാക്കാൻ കാരണമാകുന്ന ലഖബുകളാണ് ഭാര്യമാർ ഭർത്താക്കന്മാരെ കുറിച്ച് പറയുന്നത്. അതേപോലെ തന്നെ സഈദ് ഇബ്നു മുസയ്യിബ് പ്രഗത്ഭനായ ഒരു പണ്ഡിതനാണ്. സഈദ് ഇബ്നുൽ മുസയ്യിബിന്റെ ഭാര്യ ആ ഭർത്താവിൻ്റെ അടുക്കൽ ഞങ്ങൾ എങ്ങനെയാണ് സാധാരണ, ഞങ്ങളെപ്പോലത്തെ സ്ത്രീകൾ എങ്ങനെയാണ് പെരുമാറാറ് എന്ന് പറയുന്ന സഈദ് ഇബ്നുൽ മുസയ്യിബിന്റെ ഭാര്യ പറയുന്നൊരു വാക്കുണ്ട്. ആ ഭാര്യ പറഞ്ഞത് എന്താണെന്നറിയോ? മാ കുന്ന നുകല്ലിമു അസ്വാജന ഇല്ലാ കമാ തുകല്ലിമു ഉമറാഅകും. അപ്പൊ ആ സ്ത്രീ പറയണത് എന്താണെന്നറിയോ? നിങ്ങളുടെ നാട് ഭരിക്കുന്ന രാജാക്കന്മാരെ മുന്നിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത്, എങ്ങനെയാണോ അവരെ അഭിസംബോധനം ചെയ്യണത്, അത്രയും ബഹുമാനത്തോടുകൂടി, അത്രയും എളിമയോടുകൂടി, എത്രയും താഴ്മയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ഭർത്താക്കന്മാരോട് പെരുമാറാറ് എന്നാണ് ഉമ്മു ദർദായിൻ്റെ ഭാര്യ അവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് പറഞ്ഞത്. അത്രയും റെസ്പെക്റ്റ്, അത്രയും നല്ല പെരുമാറ്റം, അത്രയും വിനയത്തോട് കൂടിയിട്ടുള്ള പെരുമാറ്റം, ഇതായിരുന്നു സലഫുകളായിട്ടുള്ള സ്ത്രീകളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ സലഫുകളായിട്ടുള്ള സ്ത്രീകളിൽ ചില ഉദ്ധരണികൾ എനിക്ക് കണ്ടോ അത് ഓർമ്മയുണ്ട്. തൻ്റെ ഭർത്താവിൻ്റെ തൃപ്തി കൈവരിക്കാൻ വേണ്ടി ഭർത്താവിൻ്റെ കുതിരയെ പൊന്നുപോലെ നോക്കിയ ചരിത്രം നമുക്ക് കാണാൻ പറ്റും. തൻ്റെ സ്വന്തം കുട്ടിയെ നോക്കുന്നത് പോലെ തൻ്റെ ഭർത്താവിന് പ്രിയപ്പെട്ട തൻ്റെ കുതിരയെ പൊന്നുപോലെ നോക്കിയ സ്ത്രീകൾ, ഭർത്താവിൻ്റെ തൃപ്തി നേടാൻ വേണ്ടി ഭർത്താവിന് പ്രിയപ്പെട്ട തൻ്റെ മൃഗത്തെ പോലും സേവിച്ച് ഭർത്താവിൻ്റെ തൃപ്തി നേടാൻ വേണ്ടി പരിശ്രമിച്ച സ്ത്രീകൾ, ഇതായിരുന്നു സലഫിൻ്റെ സ്ത്രീകൾ. ഇന്നത്തെ കാലത്ത് ഭർത്താവിൻ്റെ വീട്ടുകാരെ നോക്കൽ എനിക്ക് വാജിബാണോ എന്നൊക്കെ രണ്ടിട്ട് ആലോചിക്കാണ്. അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ഭർത്താവിൻ്റെ ഉമ്മ, അതിനെ നോക്കൽ ഞാൻ അത്ര അടങ്ങാറാവുണ്ട്, അതിൻ്റെ ഒരു ബാധ്യതയാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലം. സലഫുകളായ സ്ത്രീകൾ ഭർത്താവിന് വേണ്ടപ്പെട്ട ആൾക്കാരെ സേവിച്ച്, ഭർത്താവിൻ്റെ ഗസ്റ്റുകൾ, അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടപ്പെട്ട കുടുംബക്കാര്, ഭർത്താവിൻ്റെ മക്കള്, ഭർത്താവിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള്, അവരൊക്കെ സേവിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ തൃപ്തി നേടാനായിരുന്നു സലഫുകളായിട്ടുള്ള സ്ത്രീകൾ പരിശ്രമിച്ചിരുന്നത്. ഇതാണ് സലഫുകളായിട്ടുള്ള സ്ത്രീകളുടെ പെരുമാറ്റം. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നമ്മൾ നോക്കി നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ മുശ്രിക്കീങ്ങൾ ചെയ്യുന്ന കുഫറും ഷിർക്കും ഈ പറയുന്ന ദുരാചാരങ്ങളും അതേപോലെ തന്നെ അന്ധവിശ്വാസങ്ങളെയും കുറിച്ച് ആലോചിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഃഖിതനായി എല്ലാ ദിവസവും ഹിറാ ഗുഹയിൽ ഇരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി.
തൻ്റെ ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹ നല്ല ആഖിലത്തായ വിവേകിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ആ ഭർത്താവിൻ്റെ ആശങ്കയിൽ ഭാര്യ ഭർത്താവിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല, പറിച്ച് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിന്റെ വഹി ലഭിച്ച് ജിബ്രീലിനെ കണ്ട ആ ഒരു വേജാറിൽ വീട്ടിലേക്ക് ഓടി വന്ന് ജമ്മിലൂനി ജമ്മിലൂനി എന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെട്ട് വീട്ടിലേക്ക് കയറി വരുന്ന ആ രംഗം നമ്മൾ ആലോചിച്ച് നോക്ക്. തൻ്റെ ഭാര്യ ഓടി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു പുതപ്പിൽ മൂടാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കണം എന്താ പറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിറക്കുന്നുണ്ട്, പേടി വന്നിട്ട് വിറക്കുന്നുണ്ട്, കിടക്കുകയാണ്. ഇപ്പം നമ്മുടെ ഒരു കാലത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, അങ്ങനെ ഒരു ഭർത്താവ് എന്താ പറയുക, തൻ്റെ ദീനി ഉത്തരവാദിത്തങ്ങളും മറ്റേതിനൊക്കെ പോയിട്ട് കുറേ സമയം ചിലവഴിച്ച് പിന്നെ ഇങ്ങനെ ഓടി വന്ന എന്താവും, എന്നോടൊക്കെ ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇങ്ങനത്തെ പണിക്കൊന്നും നിൽക്കണ്ടെന്ന്. അങ്ങനെയുള്ള പല വാക്കുകളും അറിയാതെ വന്നു പോകാം. പക്ഷെ ഖദീജ റളിയല്ലാഹു അൻഹ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ വളരെ ക്ഷമയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹു താങ്കളെ കൈയൊഴിയുകയില്ല, താങ്കൾ മിസ്കീനുകളെയും ഫുഖറാക്കളെയും വഴിയാത്രക്കാരെയും നോക്കുന്ന ഒരു വ്യക്തിയാണ്, അവരെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, വയോധികരായിട്ടുള്ള ആൾക്കാരെ സഹായിക്കുന്ന വ്യക്തികളാണ്, അല്ലെ, കണ്ടറിഞ്ഞ ആൾക്കാരെ സഹായിക്കുന്ന വ്യക്തികളാണ്. അങ്ങനത്തെ താങ്കളെ അള്ളാഹു കൈയൊഴിയുകയില്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാന്ത്വനപ്പെടുത്തുന്ന വളരെ വിവേകിയായിട്ടുള്ള ഒരു സ്ത്രീ ഖദീജ റളിയല്ലാഹു അൻഹ. അപ്പൊ തൻ്റെ ഭർത്താവിന് ഇത്തരം ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ മാനസികമായിട്ടുള്ള സങ്കടങ്ങൾ ഉണ്ടാവുമ്പോൾ തൻ്റെ ഭാര്യമാരായ നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകൾക്ക് അവർക്ക് തൻ്റെ ഭർത്താവിനെ സാന്ത്വനപ്പെടുത്താനുള്ള മനസ്സുണ്ടോ? സ്വയം ചോദിക്കുക. കണ്ടറിഞ്ഞ് അവരെ സാന്ത്വനപ്പെടുത്താൻ, അവരുടെ നന്മകൾ പറഞ്ഞ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മയുടെ വിഷയത്തിൽ അവർക്ക് എല്ലാവിധ പ്രേരണകൾ നൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ സ്വന്തത്തെ ആലോചിക്കണം. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സലഫുകളായ ഈ സ്ത്രീകളുടെ മാതൃകയാണ് നമ്മൾ പിൻപറ്റാൻ വേണ്ടി പരിശ്രമിക്കേണ്ടത്. ഈ സലഫുകളായ സ്ത്രീകൾ ഖുർആനും സുന്നത്തിൽ വന്ന ഭർത്താവിന് കൊടുക്കേണ്ട ബാധ്യതകളെ വിശദമായി വിശദീകരിക്കുന്ന പണ്ഡിതന്മാരുടെ വിശദീകരണം കാണാൻ പറ്റും. ഇന്ന് ഞാനൊരു ഭർത്താവിന് നൽകേണ്ട വിശദാംശങ്ങൾ ജസ്റ്റ് ഒരു പോയിന്റുകളാക്കി സ്പീഡിൽ ഇവിടെ സൂചിപ്പിച്ച് പോകാം. ഞാൻ വീണ്ടും പറയാണ്, നേരത്തെ പറഞ്ഞ ആ പോയിന്റ് നമ്മൾ എപ്പോഴും ഓർക്കണം. ഇത് ഭർത്താവ് ഇന്ന വ്യക്തി ആയതുകൊണ്ടല്ല, മറിച്ച് ഈ ഭർത്താവിൻ്റെ തൃപ്തി നേടിയിട്ട് ഈ ഭർത്താവിനെ സേവിച്ച് അല്ലെങ്കിൽ മറ്റു ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റ് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, മറ്റൊന്നുമല്ല. പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, ഒരു ഭർത്താവിന് ഭാര്യക്ക് മുകളിലുള്ള ഹക്കിൻ്റെ വലുപ്പം വിശദീകരിക്കുന്ന ഒന്നാമത്തെ പോയിന്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹക്ക് കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ ഏറ്റവും വലിയ ബാധ്യത ഭർത്താവിനോടുള്ള ബാധ്യത നിറവേറ്റില്ല. അതിനുള്ള തെളിവെന്താ? നേരത്തെ പറഞ്ഞ ഹദീസ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ പരസ്പരം സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഒരു പുരുഷനോട് തൻ്റെ മാതാവിനും ഒരു സ്ത്രീയോട് തൻ്റെ ഭർത്താവിനോടാണ് സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു കൽപ്പന വന്നിട്ടില്ല. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാവണോ? അള്ളാഹുവിനോട് നിറവേറ്റേണ്ട ഹക്ക് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ പാലിക്കേണ്ട ഹക്ക്, പൂർത്തീകരിക്കാൻ ശ്രമിക്കേണ്ട ഹക്ക്, അത് തൻ്റെ ഭർത്താവിൻ്റെ വിഷയത്തിലുള്ള ഹക്കാണ്. രണ്ടാമത്, ഒരു ഭർത്താവിൻ്റെ വിഷയത്തിൽ വന്ന ബാധ്യതകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഭർത്താവിനെ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. വീടിൻ്റെ നേതൃത്വം തീരുമാനിക്കാനുള്ള അന്തിമ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പവർ ഇത് ഭർത്താവിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം എന്താ? അവർക്ക് അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. മൂന്നാമതായി, ഒരു സ്ത്രീ ഭർത്താവിൻ്റെ വിഷയത്തിൽ പാലിക്കേണ്ടത് എന്താണ്? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭർത്താവിനെ അനുസരിക്കുക എന്നത് അത് മറ്റാരനുസരിക്കുന്നതിനേക്കാൾ മുമ്പിലുള്ള വിഷയമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ പണ്ഡിതന്മാർ പറഞ്ഞു, ത്വാഅത്തു സൗജി വൽ ഖിയാമു ബിഹുഖൂഖിഹി യുഖദ്ദമു അലാ ത്വാഅത്തിൽ വാലിദൈൻ വൽ ഖിയാമു ബിഹുഖൂഖിഹ. അതായത് സ്വന്തം മാതാപിതാക്കൾ ഒരു കാര്യം കൽപ്പിച്ചു, ആ സ്ത്രീൻ്റെ ഹക്കിൽ വീഴ്ച വരാത്ത രൂപത്തിൽ ആ സ്ത്രീക്ക് മസ്ലഹത്തുള്ള ഒരു വിഷയത്തിൽ ഭർത്താവ് അതിന് നേരെ വിപരീതമായിട്ടൊരു കാര്യം കൽപ്പിക്കുകയും ചെയ്താൽ അവിടെ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആരനുസരിക്കലാണ് ബാധ്യത? ഭർത്താവിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു
ഒരു ഹദീസിൽ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി തആലയുടെ ഒരു ഉപദേശം കാണാൻ പറ്റും. ഇമാം അഹ്മദ് പറയുന്നത് ത്വാഅത്തു സൗജിഹ ഔജബു അലൈഹ മിൻ ഉമ്മിഹ, സ്വന്തം മാതാവ് കൽപ്പിക്കുന്ന കൽപ്പനയേക്കാൾ കൂടുതൽ വാജിബായതാണ് ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവിൻ്റെ കൽപ്പന പാലിക്കൽ എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹു തആല വിശദീകരിക്കണം. നാലാമത്, ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന് കൊടുക്കേണ്ട ഹക്ക് പണ്ഡിതന്മാർ വിശദീകരിക്കണം. അദാഉ ഹഖ്ഖി സൗജ് ത്വരീഖുൻ ലിഅദാഇ ഹഖ്ഖില്ലാഹി അസ്സ വജൽ, അതായത് തൻ്റെ ഭർത്താവിന് നൽകുന്ന അവകാശങ്ങളിൽ നിറവേറ്റുക, അത് പൂർത്തീകരിച്ചു കൊടുക്കുക എന്നത് അള്ളാഹ്ക്ക് കൊടുക്കുന്ന അവകാശത്തിൽ പൂർത്തീകരണത്തിന്റെ ഭാഗമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് വല്ലദീ നഫ്സി ബിയദിഹി ലാ തുഅദ്ദിൽ മർഅതു ഹഖ്ഖ റബ്ബിഹാ ഹത്താ തുഅദ്ദി ഹഖ്ഖ സൗജിഹാ, അതായത് ഒരു സ്ത്രീ അള്ളാഹിന് കൊടുക്കേണ്ട ഹക്ക് പൂർത്തിയാവില്ല ഏതുവരെ? തൻ്റെ ഭർത്താവിന് കൊടുക്കേണ്ട ഹക്ക് കൊടുക്കുന്നത് വരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം. അഞ്ചാമതായ വിഷയം അദാഉ ഹഖ്ഖി സൗജ് മിൻ അസ്ബാബി ദുഖൂലിൽ ജന്ന, സ്വർഗത്തിലേക്ക് കയറാനുള്ള കാരണങ്ങളിൽ ഒരു കാരണമാണ് എന്ത്? ഭർത്താവിന് കൊടുക്കേണ്ട ഹക്ക് കൊടുക്കുക, അവരെ സേവിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഇസാ സല്ലത്തിൽ മർഅതു ഖംസഹ, ഒരു സ്ത്രീ 5 നേരം നിറവേറ്റേണ്ട ആ നമസ്കാരം കൃത്യമായി നിറവേറ്റുന്നു, നിർബന്ധമായി നിറവേറ്റേണ്ട നോമ്പ് കൃത്യമായി നിറവേറ്റുന്നു, തൻ്റെ ലൈംഗിക അവയവത്തെ കൃത്യമായി ശ്രദ്ധിക്കുന്നു, തൻ്റെ ഭർത്താവിനെ വേണ്ട രൂപത്തിൽ അനുസരിക്കുകയും ചെയ്താൽ ആ സ്ത്രീയോട് പറയപ്പെടുന്നത് ഉദ്ഖുലിൽ ജന്നത മിൻ അയ്യിൽ അബ്വാബി ശിഅ്ത, സ്വർഗത്തിന്റെ നീ ഉദ്ദേശിക്കുന്ന കവാടത്തിലൂടെ നീ കയറിക്കോ എന്ന് ആ സ്ത്രീയോട് പറയപ്പെടുന്ന, അതായത് സ്വർഗത്തിന്റെ 8 കവാടങ്ങളും അത്തരം ഉള്ള ഒരു സ്ത്രീക്ക് മുമ്പിൽ തുറക്കപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പുരുഷന്മാരുടെ വിഷയത്തിൽ അബൂബക്കർ സിദ്ദീഖിന്റെ ദറജയിൽപ്പെട്ട ആൾക്കാണ് ആ ഒരു അവസരം കിട്ടുന്നത്, 8 വാതിലും തുറക്കപ്പെടാന്ന്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ കൃത്യമായി അനുസരിച്ചാൽ, ഭർത്താവിന്റെ തൃപ്തി നേടിയാൽ ഈ ഒരു പദവിയിലേക്ക് ഒരു സ്ത്രീക്ക് എത്താൻ പറ്റും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കണം. ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഷഹീദാകണമെങ്കിൽ രണാങ്കണത്തിലേക്ക് ഇറങ്ങി തൻ്റെ ജീവൻ പണയം വെക്കണം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്ന അവസരത്തിൽ ഭർത്താവിൻ്റെ തൃപ്തി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഷഹീദിന്റെ പദവിയിലേക്ക് എത്തി. അപ്പൊ അത്ര വലിയ ഡിഫറൻസ് ആണ്, അത്ര വലിയ ഉത്തരവാദിത്തമാണ് ഭർത്താവിന്റെ വിഷയം എന്ന് നമുക്ക് കാണാൻ പറ്റും. ആറാമത്തെ ഒരു നിർബന്ധ ബാധ്യത യജിബു അല സൗജതി തൽബിയത ഹഖ്ഖി സൗജ് ഫിൽ ഫിറാഷ്, ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ സമീപിച്ചാൽ അത് ഭാര്യക്ക് ബുദ്ധിമുട്ടില്ലാത്ത ന്യായമായ കാരണങ്ങളില്ലെങ്കിൽ അത് സ്വീകരിച്ച് ഭർത്താവിൻ്റെ വിളിക്കുത്തരം നൽകി പോകണം. അതായത് കിടപ്പറയിൽ നൽകേണ്ട ഹക്ക് ഭർത്താവിന് ആ സ്ത്രീ നൽകണം. അത് ഭയങ്കര ഗൗരവമുള്ള ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ശരീരത്തിൽ ഭയങ്കര അതിശക്തമായൊരു വികാരമാണ് ഈ ലൈംഗിക വികാരം എന്ന് പറയുന്നത്. അത് മുഅ്മിനായ അള്ളാനെ ഭയപ്പെടുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് ഹലാലായി ഇറക്കി വെക്കാനുള്ള ഏക മാർഗം തൻ്റെ ഭാര്യ മാത്രമാണ്. പ്രത്യേകിച്ച് ഫിത്ന നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന, എവിടെ നോക്കിയാലും മുത്തബർരിജായിട്ടുള്ള, എല്ലാ ലോകത്ത് കാണുന്ന എല്ലാ മേക്കപ്പുകളും ഇട്ട് നടക്കുന്ന മുത്തബർരിജാത്തുകൾ നിറഞ്ഞൊരു സമുദായത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾ തൻ്റെ ഭർത്താവിൻ്റെ ഇഫ്ഫത്ത് സംരക്ഷിക്കാനുള്ള എല്ലാ വഴികളും സ്വീകരിക്കണം. അത് ഏറ്റവും നല്ല നിലക്ക് അണിഞ്ഞൊരുങ്ങിയിട്ടാണ്. കാരണം എന്താ, സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ അണിഞ്ഞൊരുങ്ങിയ സ്ത്രീകളാണ് എല്ലായിടത്തും. ഫോണ് തുറന്നാൽ ഒരു ടൂത്ത് പേസ്റ്റിന്റെ പരസ്യത്തിൽ വരെ അണിഞ്ഞൊരുങ്ങിയ സ്ത്രീകളുടെ അവസ്ഥയാണ്. അപ്പൊ ആ ഭർത്താവിന്റെ ഇഫ്ഫത്ത്, കണ്ണുകൾ താഴ്ത്തുന്ന ആ ഭർത്താവിനെ തൻ്റെ വികാരം ഹലാലായ രൂപത്തിൽ ഇറക്കി വെക്കണമെങ്കിൽ ആ ഭാര്യ ആ രൂപത്തിൽ കൃത്യമായി അണിഞ്ഞൊരുങ്ങി വേണം ഭർത്താവിന് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത്. അപ്പൊ അത്രയും അതിശക്തമായിട്ടുള്ള തൻ്റെ വികാരം ഇറക്കി വെക്കാൻ ആ സ്ത്രീ ഭർത്താവിന് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കൽ അതൊരു നിർബന്ധ ബാധ്യതയാണ്. കാരണം അതിലൂടെ അത് പാലിക്കപ്പെടാത്തൊരവസ്ഥ ഉണ്ടായാൽ സമൂഹത്തിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ എന്തുണ്ട്, തൻ്റെ ഭാര്യയെ സമീപിക്കാൻ വേണ്ടി ഭർത്താവ് ആവശ്യപ്പെടുകയും അത് ഒരു സ്ത്രീ ന്യായമായ കാരണങ്ങളില്ലാതെ വിസമ്മതിക്കുകയും ചെയ്താൽ പിറ്റേന്ന് രാവിലെ ആ സ്ത്രീ എണീക്കുന്നത് വരെ മലക്കുകൾ ആ സ്ത്രീയെ ശപിച്ചുകൊണ്ടിരിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വേറൊരു ഹദീസിൽ പറഞ്ഞത് എന്താ, ആ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു ആവശ്യം നിറവേറ്റി കൊടുക്കാൻ ന്യായമായ കാരണങ്ങളില്ലാതെ വിസമ്മതിച്ചാൽ
അള്ളാഹു ആ സ്ത്രീൻ്റെ നമസ്കാരം പോലും സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞ ഹദീസുകൾ കാണാൻ പറ്റും. ഇത്രയും ശക്തമായിട്ടുള്ള അധ്യാപനങ്ങൾ എന്തിനാണുള്ളത്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത്രയും ശക്തമായ വികാരമാണത്. അല്ലേ, ഖുർആനിൽ പറഞ്ഞതാണ്, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അലങ്കരിക്കപ്പെട്ട ഒരു വികാരമാണ് എന്ത്, ഭയങ്കര ഒരു അലങ്കാരമാണ് സ്ത്രീ ഒരു എൻ്റെ മനസ്സിൽ. അപ്പൊ അത്രയും ശക്തമായിട്ടുള്ള ഈ വികാരത്തെ ഇറക്കി വെക്കാൻ, ആ ഇഫത്ത് സംരക്ഷിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു സ്ത്രീ ചെയ്തു കൊടുക്കണം. അത് ഗൗരവമുള്ള വിഷയമാണ്. ഏഴാമത്തത് ലുസൂമു ബൈതിഹ ഫലാ തഖ്റുജ് ബിഗൈരി ഇദ്നി സൗജിഹ. ഏഴാമത്തെ വിഷയം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീ ഒരു യാത്രക്ക് പോകുമ്പോഴോ വീട്ടിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയത്തിന് പുറത്തേക്ക് പോകുമ്പോൾ ഭർത്താവിനോട് അനുവാദം ചോദിക്കൽ അതൊരു ബാധ്യതയാണ്, അതൊരു മര്യാദയാണ്. ഇപ്പം നമ്മളൊരു ദീർഘയാത്ര പോകുകയാണ്, അപ്പോൾ ഭർത്താവിനെ വിളിച്ച് ചോദിക്കാം, ഭർത്താവിനോട് പറയാം. അല്ലെങ്കിൽ വേറൊരു പരിപാടിക്ക് പോകുകയാണ്, ഭർത്താവിനോട് ചോദിച്ച് അനുവാദം മേടിക്കാം. ഇനി ഭർത്താവ് എന്തെങ്കിലും കാരണത്താൽ തടഞ്ഞാൽ ആ പെണ്ണ് അവിടെ പോയി ആ സ്ഥലത്തേക്ക് പോയി കിട്ടാൻ ഉദ്ദേശിച്ച ഖൈറിനേക്കാൾ ഒരുപക്ഷെ അള്ളാന്റെ അടുക്കൽ കൂടുതൽ കൂലി കിട്ടെന്താ, അള്ളാന്റെ വജു ഉദ്ദേശിച്ച് ഭർത്താവ് പോണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് പോകാതെ അവിടെ ഇരിക്കലാണ്. കാരണം അതാണ് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നിർബന്ധ ബാധ്യത, കൂടുതൽ അജ്ർ അതിലാണ്. അപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ ഭർത്താവിനോട് ചോദിച്ചിറങ്ങുന്ന ഒരു സ്വഭാവം ഒരു സ്ത്രീക്ക് ഉണ്ടാവണം. ഇതിലൂടെ മറ്റൊരു സംഭവം കൂടി ഉണ്ട്. ഒരു ഭാര്യ ഈ രൂപത്തിൽ ഭർത്താവിനെ പരിഗണിക്കുമ്പോൾ എന്തുണ്ടാവും, ഭർത്താവിൻ്റെ മനസ്സിൽ ആ സ്ത്രീനെ കുറിച്ചുള്ള മതിപ്പ് കൂടും, ആ സ്ത്രീനെ കുറിച്ചുള്ള ഒരു കെയർ വർദ്ധിക്കും, ഇഷ്ടം കൂടും. അപ്പൊ ആ സ്ത്രീക്ക് വേണ്ട സൗകര്യങ്ങൾ അവകാശങ്ങൾ കൊടുക്കാൻ കൂടുതൽ ഒരു ഭർത്താവിന് കൂടുതൽ ആഗ്രഹം വരും. അതിന്റെ നേരെ റിസൾട്ടായിട്ട് നന്മ ഒരു ഭർത്താവിന്റെ ഹൃദയത്തിലുണ്ടാവും. ഇതിന്റെ പിന്നിൽ ഒരുപാട് ഖൈറുകളുണ്ട് ഇരുവശത്തും. എട്ടാമത് ശ്രദ്ധിക്കേണ്ടത് തൻ്റെ ഭർത്താവിൻ്റെ എന്താ പറയുക അനുവാദത്തോടു കൂടി അല്ലാതെ ഒരു സ്ത്രീയെ ഐച്ഛികമായിട്ടുള്ള നോമ്പ് നിർവഹിക്കാൻ പാടില്ല. ഇപ്പൊ സുന്നത്തായ ഒരു നോമ്പ് എടുക്കാൻ ഒരു സ്ത്രീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഭർത്താവിനോട് അറിയിക്കണം. അത് ഭർത്താവിനോട് അറിയിച്ചിട്ട് വേണം ചെയ്യാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് അതുണ്ട്. ഒമ്പതാമത്തത് ഹിഫ്ദു ഗൈബതി സൗജിഹ. ഭർത്താവിൻ്റെ രഹസ്യങ്ങൾ അത് സൂക്ഷിച്ചു നിർത്താൻ ഒരു ഭാര്യക്ക് ബാധ്യതയുണ്ട്. രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന്, ഭർത്താവിൻ്റെ പോരായ്മകളോ രഹസ്യങ്ങളോ അത് ആൾക്കാരെ മുന്നിൽ എടുത്ത് പറഞ്ഞ് അവരെ വഷളാക്കുന്നത്. അത് സ്വന്തം ഉമ്മയായാലും ശരി, സ്വന്തം സഹോദരിമാരായാലും ശരി, സ്വന്തം വീട്ടുകാരായാലും ശരി, ഒരാളെ മുന്നിലും ഭർത്താവിൽ നിന്ന് വെളിപ്പെട്ട പോരായ്മകൾ ഒരാളോടും പറയുന്നൊരവസ്ഥ ഉണ്ടാവരുത്. ആ ഭർത്താവിൻ്റെ സമ്പത്ത് സൂക്ഷിക്കുക, അത് അനാവശ്യമായി വിനിയോഗിക്കാൻ പാടില്ല. ആ ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ തൻ്റെ ലൈംഗിക അവയവത്തെ കൃത്യമായി ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഭർത്താവിന് മാത്രം അവകാശപ്പെട്ട സൗന്ദര്യം അതൊരു മറ്റൊരാൾക്കും കാണിച്ചു കൊടുക്കാതെ ആ ഭർത്താവിന് മാത്രം അവകാശപ്പെട്ട സൗന്ദര്യം ഭർത്താവിന് മാത്രം കാണിച്ചു കൊടുക്കൽ, ഇതൊക്കെ ഒരു സ്ത്രീ ശ്രദ്ധിക്കണം എന്ന് പണ്ഡിതന്മാര് വിശദീകരിക്കണ കാണാൻ പറ്റും. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് ഇത് വിശദീകരിച്ചത്. ഒരു സ്വാലിഹത്തായ സ്ത്രീ തൻ്റെ മുകളിലുള്ള ബാധ്യതകൾ, അത് അള്ളാഹുവിന് കൊടുക്കേണ്ട ബാധ്യതകളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച തൻ്റെ മഖ്ലൂക്കുകൾക്ക് കൊടുക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഭർത്താവ്, മക്കൾ എന്നീ പറയുന്ന വ്യക്തികൾക്ക് കൊടുക്കേണ്ട ബാധ്യതകൾ അള്ളാഹിൻ്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് ഈ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ ഒത്ത് പാലിച്ചാൽ സ്വാലിഹത്തായ ഒരു സ്ത്രീയായി വളരാൻ ഒരു സ്ത്രീക്ക് സാധിക്കും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന ഒരു വിഷയമാണ്, തൻ്റെ വിശ്വാസ കാര്യങ്ങളിൽ മാത്രമല്ല തൻ്റെ സ്വഭാവ കാര്യങ്ങളിലാണ് ശരിക്കും ഒരു സ്ത്രീ ആ സെലഫിയത്ത് കാണേണ്ടത്. കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന, ഒരാളെ മനസ്സും വേദനിപ്പിക്കാത്ത, നല്ല സ്വഭാവത്തിന് ഉടമയായ, നമ്മളെ ബാധിക്കാത്ത, നമുക്ക് ഇടപെടാൻ ആവശ്യമില്ലാത്ത വിഷയത്തിൽ ഇടപെടാത്ത, തൻ്റെ നാവിനെയും കണ്ണിനെയും ചെവിയെയും സൂക്ഷിച്ചു നിർത്തുന്ന, ഭർത്താവിൻ്റെ തൃപ്തി ലഭിക്കുന്ന, നല്ല അഹ്ലുസുന്നത്തിൽപ്പെട്ട, നല്ല സലഫുകളുടെ മാതൃക പിൻപറ്റുന്ന ഒരു സ്ത്രീയായ മാറാൻ ഉള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകൾക്കും ഇണകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അതിസമഗ്രമായിട്ടുള്ള ഈ ദീൻ വ്യത്യസ്ത ഉത്തരവാദിത്തങ്ങൾ എല്ലാവരെയും ഏൽപ്പിച്ചിട്ടുണ്ട്. ഭാര്യ അള്ളാഹു ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്തം ഈ രൂപത്തിൽ വൃത്തിക്ക് അത് നിറവേറ്റാൻ വേണ്ടി പരിശ്രമിക്കുകയും
അതേപോലെ ഭർത്താവ് തൻ്റെ മേൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഈ ഭാഗത്തു നിന്നുകൊണ്ടും നിറവേറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്നതിലൂടെ നല്ല സന്തുഷ്ടമായ ഒരു കുടുംബ സംവിധാനം നമുക്കുണ്ടാവും. നമ്മുടെ സമൂഹത്തിൽ നല്ല സന്തുഷ്ടമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി, നല്ല സന്തുഷ്ടമായിട്ടുള്ള ഒരു പ്രവർത്തന അന്തരീക്ഷം കൈവരിക്കാൻ അപ്പോഴാണ് സാധിക്കുക. അള്ളാഹിൻ്റെ വജുദ്ദേശി ഈ രൂപത്തിൽ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമ്പോൾ. അപ്പം കൃത്യമായി നമ്മുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റ് എല്ലാവർക്കും മാതൃകയാകുന്ന ഒരു പുരുഷനും സ്ത്രീയാകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. ഈ രൂപത്തിൽ നമ്മുടെ സലഫുകളിലുള്ള ഒരുപാട് മാതൃകകളെ മുൻനിർത്തി അവരെ പോലെ ആകാനുള്ള പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.